പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ടിപ്പം 1 വീക്കായെന്ന് തോന്നുന്നു. ആണെങ്കിൽ ഫസ്റ്റ് എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി സബ്ബൊന്നുമില്ല, 80 സബ്ബൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അതിലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയാണ് പുതിയ ചാനൽ തുടങ്ങിയത്. ഇതിൽ ഞാൻ 2 ലോങ് വീഡിയോ ചെയ്തിട്ടുള്ള, അതും എന്നെ പരിചയപ്പെടുത്തുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ വീഡിയോസ് ചെയ്യുമായിരുന്നു. അതിൽ വീഡിയോസൊന്നും നല്ല രീതിയിലല്ല എടുക്കുന്നതെന്ന് എനിക്ക് അറിയാം, പക്ഷെ എടുക്കാൻ അറിയില്ല. എന്നെ അറിയുന്ന രീതിയിലൊക്കെ എടുക്കുകയാണ്. ഈ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ എടുക്കുന്നതാണ് അതൊക്കെ. പിന്നെ എല്ലാവരും യൂട്യൂബ് തുടങ്ങുമ്പം ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ഇടാറുണ്ട്. പക്ഷേ ഞാൻ അതിട്ടിട്ടില്ല. എനിക്ക് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വേറൊന്നും അല്ലെങ്കിൽ സംസാരിച്ച് നമുക്കറിയില്ല. അപ്പം അത് ശരിയാവുമോ ഉള്ള അങ്ങനെ ഒരു ടെൻഷനാണ്. അങ്ങനെ ചെയ്യാതിരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ച്. എൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുമല്ലോന്നും എനിക്കറിയില്ല, ഈ സംസാരിക്കുന്ന രീതിയൊന്നും. പക്ഷേ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേര് മിസ്സി എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് രഞ്ജിത്ത്. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. മോളുടെ പേര് നിധിക എന്നാണ്. വീട്ടിൽ നിധി എന്ന് വിളിക്കും. 1.5 വയസ്സ് കഴിഞ്ഞ്. ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പം വിചാരിച്ച് എന്തുകൊണ്ട് നല്ല ടൈമാണ് തുടങ്ങാൻ, ഒക്കുന്നത് പോലെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. കുഞ്ഞും കൂടെ ഉള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. ഞാൻ കൂടുതലും ഡേ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും. ആ സമയത്ത് കുഞ്ഞിന് ഇച്ചിരി വാശിയൊക്കെയാണ്, അപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനും കുഞ്ഞും കൂടെ ഉള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും. ഞങ്ങളാണല്ലോ വീട്ടിലുള്ളത്. ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഷോർട്സ് വീഡിയോ ഇടാറുണ്ട്. അന്നേരം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും 0 വ്യൂ ആണ്. അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ എപ്പോഴേലൊക്കെ കയറി നോക്കുമ്പോൾ 1 വ്യൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ ചാനലിൽ ആകെ 23-24 സബ്ബാണുള്ളത്. ചില സമയം അത് കുറയും കേട്ടോ. എത്ര കൂടിയാലും ചിലപ്പോൾ അത് അങ്ങനെ തന്നെ കുറഞ്ഞു പോകാറുണ്ട്. അപ്പം അത്രയും സബ്ബേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല, ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള പ്രധാന കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. അല്ലാതെ ജോലികൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരു കുറച്ച് ടൈമെങ്കിലും നമ്മൾ ഒന്ന് തനിച്ചിരിക്കുമ്പം മനസ്സിൽ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓരോന്നൊക്കെ ആലോചിക്കുമ്പം അത് പിന്നെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ കാണുമല്ലോ. അതുപോലൊക്കെ തന്നെ ആണെങ്കിൽ നമ്മളതിങ്ങനെ ഒന്നുമില്ലായിരിക്കും, പക്ഷെ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഭയങ്കര വിഷമമാവും. നമ്മളാകെ ഒറ്റപ്പെടുന്നത് പോലൊരു തോന്നൽ വരും. അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരില്ലല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ തുടങ്ങുന്നതാണ്. ആരും കാണുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. നമുക്കൊന്നും വലിയ സബ്ബോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചില ടൈം വീഡിയോ ഇടുമ്പോൾ 0 വ്യൂ ആണ് കുറേ സമയത്തേക്ക്. പിന്നീട് 1-2 ഷെയർ ചെയ്യുമ്പോഴാണ് വ്യൂ കയറുന്നത് പോലും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെയർ ചെയ്യരുതെന്ന്. പക്ഷേ നമുക്ക് വ്യൂ ഇല്ലാതിട്ടും ഭയങ്കര വിഷമമാണ്. അത് കാണുമ്പോൾ അങ്ങ് ഷെയർ ചെയ്ത് പോകുന്നതാണ്. മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് കൂടെ ഇടണം. വേറെ എന്നാലും കമൻറ്റ് ഇടുമ്പം എനിക്ക് തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ.